ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്, അതായത് നാളെ ലിസ്റ്റ് ആവാൻ പോവാണ്. അപ്പോൾ എത്രത്തോളം പ്രൈസിലാണ് ഇത് ലിസ്റ്റ് ആവാൻ പോവുക, നമുക്കൊക്കെ എത്രത്തോളം പ്രോഫിറ്റ് ആണ് കിട്ടുക, ഒരു പ്രൈസ് പ്രെഡിക്ഷൻ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് സീഡിൻ്റെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് പ്രെഡിക്ഷൻ ചെയ്യുന്നത് ചോദിച്ചാൽ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റുകൾ വെച്ചിട്ടായിരിക്കും ഈ പ്രൈസ് പ്രെഡിക്ഷൻ ചെയ്യുക. അപ്പോൾ മോസ്റ്റ്ലി ആൾമോസ്റ്റ് ഈ ഒരു പ്രൈസിൽ തന്നെയായിരിക്കും വരിക. അപ്പോൾ എന്താണ് പ്രെഡിക്ഷൻ എന്നുള്ളൊരു മീനിങ് അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, വീഡിയോ ഒക്കെ തുടർച്ചയായിട്ട് കാണുക. ഇല്ലാത്തവർ ഇതിൽ ലിസ്റ്റ് ആയില്ല, ഇതിൽ എന്താണ് അവൻ്റെ അപ്ഡേറ്റ് മാറ്റിയൊക്കെ എൻ്റെ നെങ്ങത്തോണ്ട് എന്ത് ചെയ്യരുത്, പറയാൻ നിൽക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് അവൻ്റെ അനൗൺസ്മെൻറ്റ് പേജിലേക്കും ഇതിന് വല്ല മാറ്റമുണ്ടോ, കുറേ ആൾക്കാർക്ക് എന്താണ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ക്ലെയിം ചെയ്യുക, ക്ലെയിമിങ് ഓപ്ഷനിൽ വന്നിട്ടില്ലല്ലോ ബ്രോ, അങ്ങനെയാണ് കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കും അവരൊരു അനൗൺസ്മെൻ്റ് ആയിട്ട് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ എന്താണ് വരാൻ പോവുക എന്നുള്ളൊരു കാര്യം ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പോകുന്നത് അവൻ്റെ ടെലിഗ്രാമിൻ്റെ അനൗൺസ്മെൻറ്റ് പേജിലേക്കാണ്. അപ്പോൾ അവരിവിടെ ആൾറെഡി ഈ ഒരു ലിസ്റ്റിങ്ങിൻ്റെ കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും അവൻ്റെ ട്വിറ്റർ പേജ് എടുത്ത് നോക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഈ ഒരു ലിസ്റ്റിങ്ങിൻ്റെ കാര്യം, ഇല്ലെങ്കിൽ നാളത്തോടെ ഇത് എൻ്റെ ആവോ, ഇല്ല എൻ്റെ ആവുന്നില്ല, ഞങ്ങൾ കൂടുതൽ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോവാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണല്ലോ എസ് ലവ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മോൺ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഫേസ് 2 ഇല്ലെങ്കിൽ സീസൺ 2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കൊണ്ടുവന്നു. ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ആൾക്കാരും അതിൽ ആരും ഒന്നും എൻഗേജ്മെൻറ്റ് ആവുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിലൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സീഡ് കോംപ്ലേറ്റിൽ അവർ ലാസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു അനൗൺസ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈസ് ദർ എനിത്തിങ് ലെഫ്റ്റ് ആഫ്റ്റർ TGE എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ട് ഈസ് April 1 ദ എൻഡ് ഓഫ് സീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലെയാണ് ചോദിച്ചിട്ടുള്ളത്. വൈൽ അതർ ട്രീറ്റ് ലിസ്റ്റിംഗ് ആസ് എ ഫിനിഷ് ലൈൻ, സീഡ് ട്രീറ്റ് ആസ് എ എന്തായാലും അപ്പോൾ നാളെ ലിസ്റ്റ് ആവുമെന്ന് നമുക്ക് എന്തായി കൺഫർമേഷൻ കിട്ടി. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിൽ എങ്ങനെയാണ് ഇത്ര ക്ലെയിം ചെയ്യുക, അങ്ങനെയുള്ളൊരു ഓപ്ഷനൊക്കെ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇതിന് എത്രത്തോളം പ്രൈസ് വരുന്നത് ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ സീഡ് ആപ്പിലേക്ക് ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ ആപ്പിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നത് 2 മേജർ എക്സ്ചേഞ്ച് ഇല്ലെങ്കിൽ ഒരു സാധാരണ എക്സ്ചേഞ്ച് ആയ ക്യൂക്കോയിനും അതേപോലെ തന്നെ മെക്സി എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ചിലാണ് ഈ ഒരു സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ ക്യൂക്കോയിൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു എക്സ്ചേഞ്ച് ആണ്, ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് അവൈലബിൾ ആണ്, ഇന്ത്യയിലും യൂസ് ചെയ്യുന്നുണ്ട്, പുറമേ ഉള്ള കുറേ കൺട്രീസിലെ ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരുപാട് യൂസേഴ്സ് ഉള്ള കുറച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു എക്സ്ചേഞ്ച് ആണ് ക്യൂക്കോയിൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് ഇങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് ഒക്കെ എടുക്കാന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസ മേടിച്ചിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ടോക്കൺ എന്ന് പറഞ്ഞാൽ 178.5 ടോക്കണാണ്. അപ്പോൾ നമുക്കിവിടെ എവിടെയും ക്ലെയിം ഓപ്ഷൻ നിങ്ങൾക്ക് ആർക്കും കാണുന്നുണ്ടാവില്ല, അവരെന്ത് ചെയ്തിട്ടില്ല, എനേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയിൻ വിഡ്രോ തരണം. ഓഫ് ചെയിൻ വിഡ്രോ തന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഗ്യാസ് ഫീ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പൈസയും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതുവരെ അവർ ഓപ്പൺ ചെയ്യാത്തതും, അതായത് നാളെ ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നതും കൊണ്ട് നമുക്ക് ഇനി ഒരു ഓഫ് ചെയിൻ ഓപ്ഷൻ അവർ എന്ത് ചെയ്യില്ല, തരില്ല. തന്നാലും നമുക്ക് എന്താണ് ഇത് ലിസ്റ്റ് ആയി കഴിഞ്ഞിട്ടോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മേ ബി തരാൻ പോവുക. അപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് അവർ നാളെ ഓപ്പൺ ആക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു CEX അവൻ്റെ നമ്മൾ ഏത് SUI വാലറ്റ് ആണോ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ സൂയി വാലറ്റ് ആണോ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്, അതിക്ക് ഡയറക്റ്റ് ആയിട്ട് അയക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ മേ ബി ലിസ്റ്റ് ആയി കഴിഞ്ഞിട്ടായിരിക്കും തരാം, ഇല്ലെങ്കിൽ ലിസ്റ്റിങ്ങിന് മുമ്പിന് ഒരു 1 hour മുമ്പൊക്കെ ആയിരിക്കും തരാം. അപ്പോൾ റീസെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സിനാരിയോ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ലിസ്റ്റിങ്ങിന് മുമ്പും ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ലിസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടോക്കൺ തരാമെന്നുണ്ടെങ്കിൽ അവർ നല്ലൊരു പ്രൈസിൽ തന്നെ ലിസ്റ്റ് ചെയ്തിട്ട് അവൻ്റെ കമ്മ്യൂണിറ്റിക്കും അവൻ്റെ സപ്പോർട്ടായിട്ടുള്ള ആൾക്കാരും അവൻ്റെ കമ്പനി ആ പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ക്ലെയിം ഓപ്ഷൻ തരുമ്പോൾ ഇതിൽ കുറച്ച് ലാഗ് ഉണ്ടാക്കും. ഇല്ലെങ്കിൽ ക്ലെയിം ഓപ്ഷൻ തരുമ്പോഴേക്കും ആ ഒരു സാധനമൊക്കെ വിറ്റ് വളരെ ലോ ആയിട്ടുള്ള ഒരു പ്രൈസിലായിരിക്കും നമുക്ക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ നമ്മളെ പോലെ പാവങ്ങൾക്ക് അവരെന്ത് ചെയ്യാൻ പോകുന്നത്, തരാൻ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കൂടുതൽ ഒരു പ്രതീക്ഷയും നിങ്ങൾ വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എല്ലാവരും സൂയി വാലറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു വാലറ്റിൽ നമുക്കിവിടെ എന്ത് കാണാൻ പറ്റും, ഏതൊക്കെ ടോക്കണാണ് ഇവിടെ കിടക്കാൻ പറ്റുന്ന ഒരു ലിസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ എസ് ലവ്, സീഡ്, SU അതേപോലെ തന്നെ
സൂയി, അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു മോൺ ബോക്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബോക്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ S11 ഉണ്ട്, അവിടെ ഒന്ന് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ സീൻ ബോക്സ് മോൺ ബോക്സ് എന്നുണ്ടാവും, ഇവിടെ സീഡ് എന്ന് വരും. ഈ സീഡ് എന്ന് വന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ SU വാലറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൺവേർഷൻ ഇല്ലെങ്കിൽ മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ മാറ്റുമ്പോൾ നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും SU ടോക്കൺ നിങ്ങളുടെ വാലറ്റിൽ ഹോൾഡ് ചെയ്താൽ മാത്രമാണ് മാറ്റാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഞാൻ 100% എങ്ങനെയാണെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷേ എന്തായാലും ഇനി ഒരു ദിവസമൊക്കെ ഉള്ളൂ. അപ്പോൾ ഓഫ് ചെയിനൊക്കെ കൊണ്ടുവന്നിട്ട് ഇനി അവർ ചെയ്യുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും ഒരു വിശ്വാസവും ഇല്ല. മേ ബി ഇങ്ങനെ ക്ലെയിം എടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ അക്കൗണ്ടിലും SUI ഇല്ലെങ്കിൽ സൂയി ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഇതിൻ്റെ എത്രത്തോളം ഒരു വാല്യൂയിലാണ് ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ടോക്കണോമിക്സ് എടുത്തെന്ന് പറഞ്ഞാൽ 62% കമ്മ്യൂണിറ്റിക്കാണ്. ബാക്കി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 1 ബില്യൺ സീഡ് ടോക്കൺസ് ആണ് ടോട്ടൽ സപ്ലൈ ആയിട്ട് അവർ പറയുന്നത്. അതേപോലെ തന്നെ ടീമിന് 8%, സ്ട്രാറ്റജി ഇൻവെസ്റ്റേഴ്സിന് 5%, ലിക്വിഡിറ്റിക്ക് 5%, അഡ്വൈസേഴ്സിന് 2%. അപ്പോൾ മൊത്തമായിട്ടുള്ളതിൽ 62% കമ്മ്യൂണിറ്റിക്ക് എയർ ഡ്രോപ്പ് ആയിട്ടാണ് തരുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല അത്രത്തോളം ടോക്കൺസ് ഒക്കെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വളരെയധികം ഡൗട്ടാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ മുടക്കിയ ആൾക്കാർക്കായിരിക്കും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ സാധാരണ ഇത് റെഗുലർ ആയിട്ട് ഇവൻ്റെ എല്ലാ സ്റ്റെപ്പും ഫോളോ ചെയ്ത് സാധാരണ ഒരാൾക്ക് ഇതിൽ ഒരുപാട് ടോക്കൺസ് കിട്ടിയിട്ടുണ്ടാവില്ല. എനിക്ക് തന്നെ ഇത്രത്തോളം റെഫറൽ ഉണ്ടായിട്ട് എനിക്ക് ടോട്ടൽ കിട്ടിയത് 300 സംതിങ് ടോക്കൺസ് ആണ്. അതിൽ ഞാൻ എൻ്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു മോൺ ബോക്സ് മേടിച്ചു. മോൺ ബോക്സ് മേടിച്ചപ്പോൾ എനിക്ക് ആകെ വെറും 178.5 സീഡ് ടോക്കൺസ് മാത്രമാണ് എനിക്കുള്ളൂ. അപ്പോൾ എനിക്കിവിടെ റീസെൻ്റ്ലി കിട്ടിയ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ക്യൂകോയിൻ ആയിരിക്കണം ഇല്ലെങ്കിൽ മെക്സി ആയിരിക്കണം, കൂടുതലും മെക്സി ആയിരിക്കും. മെക്സിയിൽ ഇതിൻ്റെ നെറ്റ്വർക്ക് ഫീയും അതേപോലെ തന്നെ എത്രയാണ് വിഡ്രോവൽ എന്ന് പറഞ്ഞിട്ട് ഒരു മിനിമം വിഡ്രോവലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊരു ഫീയും മിനിമം വിഡ്രോവലിൻ്റെ ഒരു കാര്യം നമുക്ക് എന്താണ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഫീ എന്ന് പറയുന്നത് 98.117048 സീഡാണ്. അപ്പോൾ അതിനിവിടെ അപ്രോക്സിമേറ്റ്ലി അവർ വാല്യൂ കൊടുത്തിട്ടുള്ളത് $4.90 മാത്രമാണ്. അപ്പോൾ ഇതിനൊരു ലിസ്റ്റ് ആകുമ്പോൾ നല്ല പ്രൈസ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നല്ല പ്രൈസ് തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾക്ക് കിട്ടുന്ന ടോക്കൺസ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ടോക്കൺസിൻ്റെ അലോക്കേഷൻ വളരെയധികം എല്ലാവർക്കും കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതേപോലെ തന്നെ മിനിമം വിഡ്രോവൽ 107. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി മൊത്തം 98 ടോക്കൺസ് ഉണ്ടെങ്കിൽ നമുക്ക് $4.90 കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 1 ബില്യണും അതേപോലെ തന്നെ 62% കമ്മ്യൂണിറ്റിക്കും. അപ്പോൾ ഈ ലിക്വിഡിറ്റിയും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ ഒരു 1 ബില്യൺ വെച്ചിട്ട് തന്നെ എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പ് എത്രത്തോളം പ്രൈസിലാണ് ഇത് വരിക എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ സി ടോക്കൺ പ്രൈസ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് 98 എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺസ് $4.90 ആണെങ്കിൽ $4.90 ഡിവൈഡഡ് ബൈ 98 ടോക്കൺസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളമാണ് ഒരു ടോക്കൺ വാല്യൂ എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ വാല്യൂ കിട്ടിയിട്ടുള്ളത് 0.049992 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോളറാണ് കിട്ടിയിട്ടുള്ളത്. എത്രയാണ്, 0.04992. അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ല വാല്യൂ അല്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വളരെ നല്ല വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അലോക്കേഷൻ ആയിരിക്കും നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം വരിക. അപ്പോൾ ഈ ഒരു വാല്യൂയിൽ നമുക്ക് ഇതൊരു മാർക്കറ്റ് ക്യാപ്പിലൊക്കെ വരുമോ, ഈ ഒരു നല്ലൊരു മാർക്കറ്റ് ക്യാപ്പ് ആയിരിക്കില്ലേ ഇപ്പോൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. ഒരു 1 ബില്യൺ ടോക്കൺ ഇവിടെ സപ്ലൈ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ അതിൽ ഈ ലിക്വിഡിറ്റി പോയി എല്ലാ കാര്യങ്ങളും പോയിട്ട് ഇപ്പോൾ ഒരു 80 സംതിങ് മില്യൺ ടോക്കൺസ് ആണ്, ഇല്ലെങ്കിൽ നമുക്കൊരു 800 മില്യൺ ടോക്കൺസ് ആണ് ഇവിടെ കിടക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 39 to 49 മില്യൺ മാർക്കറ്റ് ക്യാപ്പിലേക്ക് ആയിരിക്കും ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ ഈ 39 to 49 എന്ന് പറയുന്നത് വളരെ വലുതാണോ, തീർച്ചയായിട്ടും വളരെ വലുതല്ല. സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഒരുപാട് കാലമായി. ഈ 50 മില്യൺ എങ്കിലും ഇതിനൊരു മാർക്കറ്റ് ക്യാപ്പ് കൊടുത്തില്ലെങ്കിൽ വളരെ വെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ എന്തുകൊണ്ടും 39 മില്യൺ to 49 മില്യൺ വരെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് 100% തോന്നി ഈ ഒരു വാല്യൂയിലേക്ക് ആയിരിക്കും ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ എത്രയാണ് വാല്യൂ, 0.04992 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂയിലാണ്. അപ്പോൾ ഞാനിവിടെ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും മാർക്കറ്റ് ക്യാപ്പും കിട്ടി. ഇനി എനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് ആണ് ഇതിന്ന് കിട്ടുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ടോക്കൺസ് എത്രയുണ്ടായിരുന്നു, 178 ടോക്കൺസ് മാത്രമാണ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ 178 ഇൻറ്റു നമുക്കിവിടെ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.04992 എന്ന് പറയുമ്പോൾ എനിക്ക് $8.8856 മാത്രമാണ് ഈ സീഡിൽ നിന്ന് കിട്ടുള്ളൂ. അതേത് ഞാൻ മോൺ ബോക്സ് ഒക്കെ വാങ്ങാതെ ഇരുന്നാണെങ്കിലോ എനിക്കൊരു 320 ടോക്കണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് $15 വരെയൊക്കെ എന്തായാലും കിട്ടിയിട്ട്. അപ്പോൾ 0.049 എന്ന് പറയുന്നത് വളരെ നല്ല വാല്യൂ അല്ലേ, തീർച്ചയായും വളരെ നല്ല വാല്യൂ ആണ്. പക്ഷേ ആർക്കാണ് കൂടുതലൊക്കെ കിട്ടിയിട്ടുണ്ടാവുക, അതിൽ പൈസ മുടക്കിയവർക്ക്. അപ്പോൾ ഈ പൈസ മുടക്കിയവർക്ക് ഈ ഒരു വാല്യൂ ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ പറയണം. ഞാൻ ഒരിക്കലും ഇതിൽ പൈസ മുടക്കിയിട്ടില്ല, ഇല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ
തയ്യാറായിരിക്കും പൈസ മുടക്കിയ ആൾക്കാരൊക്കെ. അപ്പോൾ നിങ്ങൾ എന്താണ് കമൻറ്റ് സെക്ഷനിൽ വന്ന് താഴെ വന്ന് പറയേണ്ടത്, നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എത്രത്തോളം ഡോളേഴ്സ് പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള കാര്യം ഞാൻ എല്ലാവർക്കും പറഞ്ഞുതരാം. അപ്പോൾ ഇതുവരെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരും എല്ലാവരും എന്ത് ചെയ്യുക, അതിലൊക്കെ കയറുക, സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് അപ്ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ കയറണം. അപ്പോൾ നമ്മുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 0.04992 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂലായിരിക്കും നമ്മുടെ സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ആകുമ്പോൾ അത് 100% ഉറപ്പാണോ ഇല്ലെങ്കിൽ 100% തന്നെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് അറിയില്ല. എന്തെങ്കിലും ഒരു മാർക്കറ്റ് ക്യാപ്പിലൊക്കെ എന്തെങ്കിലും ഒരു വേരിയേഷനൊക്കെ വന്നെന്ന് പറഞ്ഞാൽ വളരെയധികം വാല്യൂ കുറയാനും മേ ബി കൂടിയാലും നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഒന്നും ഈ ഒരു പ്രൊജക്റ്റ് ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുവരെ ടെലിഗ്രാം ചാനലിൽ കയറാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ കയറുക. ഒരുപാട് ലൂട്ട്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും 170 രൂപ കിട്ടുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. ഇനി അടുത്തൊരു വീഡിയോ പൗസിൻ്റെ ലേറ്റസ്റ്റ് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ കുറേ ആൾക്കാർ ഈഗർലി വെയിറ്റിംഗ് ആണ് പൗസ് എപ്പോഴാണ് ലിസ്റ്റ് ആവാൻ പോവുക, പൗസിൻ്റെ അപ്ഡേറ്റ് എപ്പോഴാണ് പോവുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതെ ശ്രമിക്കുക. അപ്പോൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.